ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹുവിന്റെ നിയമത്തിൽ ജീവിതത്തിലൂടെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർക്കുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഒരു വർഷം കൂടി പരിശുദ്ധ റമദാനിൽ പ്രവേശിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എല്ലാ നിലക്കും ആത്മസംസ്കരണം സിദ്ധിക്കുവാനുള്ള വലിയ മഹത്തായ ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ. റമദാൻ ഈ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുവാൻ നാം നിർബന്ധിക്കപ്പെട്ടത്, നാം കൽപ്പിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനിന്റെ അവതീർണം കൊണ്ട് ഈ മാസം ധന്യമായി എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ റമദാൻ വ്രതാനുഷ്ഠാനത്തോടനുബന്ധിച്ച് സൂചിപ്പിച്ച കാര്യം ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. ശഹ്റു റമദാൻ അതിൽ സന്മാർഗമായി അതുപോലെ തന്നെ ഫുർഖാൻ സത്യാസത്യ വിവേചനവുമായി വിശുദ്ധ ഗ്രന്ഥം നാം അവതരിപ്പിച്ചിരുന്നു. ആളുകൾക്ക് സന്മാർഗം വിശദമാക്കി കൊടുക്കുന്നതിന് ആകയാൽ ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ, ഹാജരായിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊടുക്കുക. നാം ഈ മാസത്തിൽ സന്നിഹിതരാണ്, നമുക്ക് ജീവനുണ്ട്, നാം ജീവനോടെ നിലനിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ നോമ്പിന് കാരണമായി പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ അവതീർണം, ആ ഖുർആനുമായി നമുക്ക് കൂടുതൽ ബന്ധം സ്ഥാപിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പരിശുദ്ധ റമദാൻ. ഈ ദിനരാത്രങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ വിവിധങ്ങളായ രീതിയിലുള്ള പാരായണങ്ങൾ കൊണ്ടും വായനകൾ കൊണ്ടും അതിന്റെ പഠനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ സർവോപരി അത് ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള നല്ല ഒരു അവസരമായി കാണുകയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ നാം ശ്രമിക്കുകയും ചെയ്യേണ്ടത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു വഅദാണ്. വഅദ് എന്ന് നമുക്കൊക്കെ കേട്ടുപരിചിതമായ ഒരു പദമാണ്. മുൻകാലങ്ങളിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം രാത്രി കാലഘട്ടത്തിലുള്ള വഅദുകൾ ഉണ്ടായിരുന്നു. മൗഇദത്ത് എന്നാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സതുപദേശം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഖുർആൻ എടുത്ത് പറയുകയുണ്ടായി, മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശം വന്നെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിന് ശമനവും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഉണ്ടായാൽ അവനും അതുപോലെ തന്നെ അവന് ചുറ്റുപാടുള്ള ജീവിക്കുന്ന ആളുകൾക്കും പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട്
ചിന്തകളുടെ ഒരുപാട് വിവിധങ്ങളായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ആകത്തുകയായിരിക്കാം. അത്തരത്തിലുള്ള ഹൃദയാന്തരാളങ്ങളിലുള്ള രോഗങ്ങൾ, അത് ചിലപ്പോൾ സ്വാർത്ഥതയാകാം, പകയാകാം, വിദ്വേഷമാകാം, സ്വജനപക്ഷപാതമാകാം, മറ്റേതെങ്കിലും രീതിയിലുള്ള തെറ്റായ ചിന്താഗതികൾ, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ശമനവുമാണ് ആ സതുപദേശം എന്നാണ് അല്ലാഹു പറയുന്നത്. തുടർന്നുകൂടെ അല്ലാഹു പറയുന്നു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സന്മാർഗമാണ്, അതുപോലെ തന്നെ കാരുണ്യവുമാണ്. അതുകൊണ്ട് ആകയാൽ അവർ അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ, ആഹ്ലാദിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ഉദയാണ്, അതുപോലെ തന്നെ സന്മാർഗമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ലാണ് എന്ന് വിശദീകരിച്ച ശേഷം വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അതുകൊണ്ട് അവർ ആഹ്ലാദിച്ചു കൊള്ളട്ടെ, സന്തോഷിച്ചു കൊള്ളട്ടെ. അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന മിക്ക വസ്തുക്കളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠകരമാണ് അത്. അപ്പൊ ആ വിശുദ്ധ ഖുർആനാണ് നാം ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളെക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അതുകൊണ്ട് തന്നെ അവർ അതുകൊണ്ട് ആഹ്ലാദിച്ചു കൊള്ളട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുർആനിന്റെ അവതീർണം നടന്ന ഈ മാസത്തിൽ വിശുദ്ധ ഖുർആനെ കൂടുതൽ അടുത്തറിയുവാൻ നാം ഏവരും ശ്രമിക്കേണ്ടത്. 5 രീതികളിൽ വിശുദ്ധ ഖുർആനെ നമുക്ക് സമീപിക്കാവുന്നതാണ് ഖുർആന്റെ പഠനം ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം. ഒന്നാമതായി നമുക്കറിയാം, ഏതൊരു കാര്യവും കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠനം നടക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് കേൾവിക്കുള്ളത്. നമുക്കറിയാം, നമ്മുടെ കൊച്ചുകുട്ടികൾ കുഞ്ഞുനാളിൽ 1 വയസ്സാകുമ്പോഴേക്കും വിവിധങ്ങളായ ഭാഷയുടെ വിവിധ വാക്കുകൾ അവർ ഉച്ചരിച്ചു തുടങ്ങും. 2 വയസ്സാകുമ്പോഴേക്കും പൂർണ്ണമായി അവർ സംസാരിക്കുവാൻ ശേഷിയുള്ളവരായിരിക്കും. അവരെ ഏതെങ്കിലും തരത്തിലുള്ള നിയതമായ പഠനം നടത്തുവാൻ ആവശ്യമായ പാഠ്യപദ്ധതി രൂപീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടല്ല അവർ അങ്ങനെ സംസാരിക്കുന്നത്. കേൾവിയിലൂടെയാണ് അവർ ആ വാക്കുകൾ കേൾക്കുന്നതും ഭാഷ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷാ പഠനത്തിൽ ഏറ്റവും പ്രധാനമായി അതിന്റെ പ്രഥമ സ്ഥാനത്ത് വരുന്നതാണ് കേൾവി എന്നത്. വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നുള്ളത് മഹത്തരമായ ഒരു കാര്യമാണ്. ഖുർആൻ കേൾക്കുന്ന സന്ദർഭത്തിൽ നാം അവിടെ സമീപിക്കേണ്ട ചില രീതികളുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അപശ്രദ്ധികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് വളരെ ശാന്തരായി നിശബ്ദമായി അത് കേൾക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൽപ്പന നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ അതിനെക്കുറിച്ച് ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായും അതിലേക്ക് ശ്രദ്ധ നൽകണം. ഇസ്തിമാ സാധാരണ കേൾവിക്ക് സമഅ എന്ന് പറയുന്നത്. എന്നാൽ ഇസ്തിമാ എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധയോടുകൂടി നാം ഒരു കാര്യത്തെ സമീപിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിനാണ് പരാമർശിക്കുന്നത്. ഇവിടെ അല്ലാഹു കൽപ്പിക്കുന്നത് ഖുർആൻ വായിക്കപ്പെട്ടാൽ, ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിശബ്ദത പാലിക്കുക. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അത് അവിടെ പാരായണം നടക്കുകയും നാം മറ്റു വർത്തമാനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെയൊക്കെ പ്രഭാഷണ പരിപാടികൾക്ക് മറ്റ് ആദ്യം വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും സൂറത്ത് പാരായണം അത് ഇങ്ങനെ കേൾപ്പിക്കും ആളുകൾ. എന്നാൽ അതിന്റെ സംഘാടകർ പലപ്പോഴും സംസാരിച്ചോ മറ്റു രീതികൾ ഏർപ്പെട്ടോ അത് അത്ര ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതായി കാണാൻ കഴിയാറില്ല. യഥാർത്ഥത്തിൽ ആ ചെയ്യുന്നത് വലിയ ഒരു അബദ്ധമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. ഖുർആൻ അത് പാരായണം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിച്ചു കേൾക്കുകയും നിങ്ങൾ നിശബ്ദത പാലിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, അല്ലാഹുവിന്റെ കാരുണ്യം അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാം, അതല്ലെങ്കിൽ മറ്റൊരാൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നാം നിശബ്ദതയോടുകൂടി അത് കേൾക്കുക. യാത്രയിലും മറ്റുമൊക്കെ നമ്മൾ പല രീതിയിലുള്ള ഗാനങ്ങളും അല്ലെങ്കിൽ മ്യൂസിക്കുകളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു അവസരമായി അതിനെ എടുക്കാവുന്ന, കേൾക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധയോടെ നാം അതിനെ സമീപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിന്റെ രണ്ടാമതായി വരേണ്ട കാര്യം അതിന്റെ വായന, അതിന്റെ പാരായണം. ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, ഓരോ ഹർഫിനും നിങ്ങൾക്ക് 10 പ്രതിഫലമുണ്ട്. അലിഫ് ലാം മീം എന്നത് ഒരു വാക്കായിട്ടല്ല, 3 ഹർഫായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. അലിഫ് ലാം മീം. അപ്പോൾ ഒരാൾ വിശുദ്ധ ഖുർആൻ
അല്പസമയമാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ കൂടി അയാളുടെ ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ചുള്ള പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെ പാലിക്കേണ്ട ചില മര്യാദകൾ. പലപ്പോഴും വിശുദ്ധ ഖുർആൻ വളരെ ധൃതിപ്പെട്ട് ഖത്തം തീർക്കുവാനുള്ള ഒരു വ്യഗ്രത ചില ആളുകളിലെങ്കിലും കാണാൻ കഴിയും. അങ്ങനെ ധൃതിപ്പെട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. വളരെ സാവധാനത്തിൽ നിർത്തി പാരായണം ചെയ്യുവാനാണ് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഖുർആനിൽ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, ഖുർആൻ തർത്തീലാണ്, നിങ്ങൾ ഖുർആൻ സാവകാശം നിർത്തി പാരായണം ചെയ്യുക. എങ്ങനെയാണ് ആ പാരായണം ഉണ്ടാകുന്നത്? അതിന്റെ ആശയം വളരെ കൃത്യമായി നമുക്ക് അറിയുമ്പോഴാണ്. ഏതെങ്കിലും തരത്തിൽ ഖുർആന്റെ ആ ശബ്ദം മാത്രമല്ല, മറിച്ച് അതിന്റെ ആശയം നമുക്ക് അറിയുമ്പോൾ കൂടുതൽ അവധാനതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി അത് പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അവിടെ ധൃതി ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വഹി ലഭിക്കുന്ന സന്ദർഭത്തിൽ അതിങ്ങനെ ഹൃദ്യസ്ഥമാക്കുവാൻ ധൃതി കാണിക്കുമായിരുന്നു. ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തോടായി പറഞ്ഞത്, നീ ഒരിക്കലും നിന്റെ നാവിനെ ഇങ്ങനെ ചലിപ്പിക്കരുത്, ധൃതിപൂർവ്വം ചലിപ്പിക്കരുത്. ഇത് താങ്കൾക്ക് പാരായണം ചെയ്യുക എന്നത് ചെയ്തു തരുക എന്നുള്ളത് നമ്മുടെ മേൽ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഒരിക്കലും ധൃതി കാണിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് വളരെ സാവകാശമാണ് നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അവിടെ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായ ഏത് രീതിയിലാണ് അത് നിങ്ങൾ അവലംബിക്കേണ്ടത് എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നത്, വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിച്ച സന്ദർഭത്തിൽ പറയുന്നത്, അവർക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, അവർ അത് പാരായണം ചെയ്യുന്നു. ഏത് രീതിയിൽ? എങ്ങനെയാണോ അത് പാരായണം ചെയ്യേണ്ടത് അതിന്റെ പുറപ്രകാരം എന്ന് പറഞ്ഞാൽ കേവലമുള്ള ഒരു വായനയല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധയോടെ വളരെ സാവകാശം അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നാം പാരായണം ചെയ്യുന്നത്. അങ്ങനെ പാരായണം ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരെ സംബന്ധിച്ചും തുടർന്നുകൊണ്ട് പറയുന്നത്, അവർ അതിൽ വിശ്വസിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിൽ അതല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കുന്നു. അല്ലാഹുവിനെ നിഷേധിക്കുന്ന അത്തരം ആളുകൾ വലിയ നഷ്ടത്തിലാണ്. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആന്റെ പാരായണ രീതിയെ കുറിച്ച് പറഞ്ഞത്, അത് പാരായണം ചെയ്യേണ്ട പുറപ്രകാരം അവർ പാരായണം ചെയ്യും. പാരായണം എന്ന് പറഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല രീതിയിലുള്ള വായനകളിൽ നിന്ന് വ്യത്യസ്തമാണ് പാരായണം. വാർത്താ പാരായണം എന്നാണ് സാധാരണ പറയാറ്, ന്യൂസ് റീഡിംഗ് എന്ന് നമ്മൾ പറയാറുള്ളത് പാരായണം. നമുക്കറിയാം, ഒരു ദുഃഖവാർത്ത വായിക്കുന്ന ഒരു വ്യക്തി അത് വായിക്കുമ്പോഴും സന്തോഷകരമായ ഒരു കാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അത് പറയുന്ന സന്ദർഭത്തിൽ രണ്ടും ഒരുപോലെയല്ല. സന്തോഷം സന്തോഷത്തോടെയും ദുഃഖം ദുഃഖത്തോടു കൂടിയാണ് അവർ പറയുന്നത്. അവിടെ അതിന്റെ ആശയം അവർക്ക് വളരെ കൃത്യമാണ്, അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് കേൾവിക്കാരൻ മനസ്സിലാക്കുന്ന രീതിയിൽ പാരായണം അതാണ്. വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ വലിയ ആനന്ദം ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അത് അവന്റെ പാരായണത്തിൽ പ്രകടമാണ്. എന്നാൽ അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ അവരുണ്ടാകുന്നത് വിഷമമാണ്, ദുഃഖമാണ്, പ്രയാസകരമാണ്. അതും അവന്റെ പാരായണത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. സ്വഹാബികളിലൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ അബൂ ബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇമാമായി നിശ്ചയിക്കപ്പെട്ട സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം വളരെ ലോലഹൃദയനാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കരഞ്ഞു പോകും. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇമാമായി നിർത്തേണ്ടതില്ല എന്ന് അവർ നിർദ്ദേശിക്കുകയാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിശുദ്ധ ഖുർആൻ അതിന്റെ ആശയം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അവരിലുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളാണ്. ഈ വ്യത്യാസങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആശയം മനസ്സിലാക്കി അത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യേണ്ടത് അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒരിക്കലും ധൃതി അവിടെ ഉണ്ടാവേണ്ടതില്ല. ഖുർആനിൽ നിന്ന് എത്രയാണോ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് അത്രയും വളരെ ഭംഗിയാണ് സാവകാശം പാരായണം ചെയ്യുക. ഒരു നിശ്ചിത പോർഷൻ അത് എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവേണ്ടതില്ല. നമുക്ക് കഴിയുന്നത് വളരെ മാന്യമായി പാരായണം ചെയ്താൽ മതി. അത് ഖുർആനിന്റെ കൽപ്പനയാണ്, വറത്തിലിൽ ഖുർആൻ തർത്തീലാക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായി ഖുർആൻ ഹൃദ്യസ്ഥമാക്കുക എന്നതാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക. ലോകത്തെ വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും അപ്രത്യക്ഷമായാലും അതില്ലാതായാലും ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകൾ ഒട്ടേറെ ഉണ്ടാകും.
ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിന്റെ ഒരു വാഗ്ദാനമാണ്. നാമാണ് ഈ ദിക്റിനെ, ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ കോപ്പികൾ മുഴുവൻ നഷ്ടപ്പെട്ടാലും ഇല്ലാതായാലും ഖുർആൻ ഹൃദിസ്ഥമായ ഒട്ടേറെ ആളുകൾ ഈ ഭൂലോകത്തുണ്ട്. അത് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന്റെ പ്രാധാന്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഖുർആൻ തന്നെ നമുക്ക് കാണാൻ കഴിയും. ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. അത് ആ ഗ്രന്ഥം വളരെ കൃത്യമായി ആയാത്ത് ബയ്യിനാത്ത്, വ്യക്തമായ ആയത്തുകളാണ്. ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം, വിജ്ഞാനം അറിവ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയാന്തരാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുക എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒരല്പം ഒന്നോ രണ്ടോ ആയത്ത്, ഒരായത്ത് ഒരു ദിവസം വെച്ച് മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നാം ആലോചിച്ചു വിശുദ്ധ ഖുർആൻ വർഷങ്ങൾ കൊണ്ട് നമുക്ക് മനഃപ്പാടാക്കാൻ സാധിക്കും. സ്വാഭാവികമായി മറവി സംഭവിക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കുവാൻ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിൽ വെച്ച് തന്നെ ഇത് നിർവഹിക്കുവാൻ സാധിക്കും. പ്രത്യേക കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് അവരെ പഠിപ്പിക്കാം. തീർച്ചയായും അത് പഠനത്തിന് എളുപ്പമുണ്ടാക്കും. എന്നാൽ നമ്മൾ വീട്ടിൽ, നമ്മൾ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നാം ആലോചിച്ചു. എത്ര മനോഹരമായിരിക്കും ആ ഭവനം. അവിടെ ഖുർആൻ പരസ്പരം മത്സരിച്ച് മനഃപ്പാഠമാക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് എത്രമാത്രം കൃത്യമായ ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ വീടകങ്ങൾ അതുപോലെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്പമെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം പാരായണം ചെയ്യുകയും അത് നമ്മുടെ മക്കളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുവാൻ ശ്രദ്ധിക്കുകയും അവരെ അത് മനഃപ്പാഠമാക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ജീവനുള്ള പതിപ്പുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നുണ്ട്. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നാം മനഃപ്പാഠമാക്കാറുണ്ട്. ചില ആളുകൾ പറയുന്നത് മനഃപ്പാഠമാക്കാനുള്ള ശേഷിയില്ല. അത് ശേഷിയില്ലാത്ത ആളുകൾ ഒരുപാടുണ്ടാകും. പക്ഷേ വളരെ ശ്രമകരമായി അതിനു വേണ്ടിയുള്ള അധ്വാനം നാം നടത്തുന്ന സന്ദർഭത്തിൽ അത് പുണ്യകരമായ ഒരു കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കി അത് മനഃപ്പാഠമാക്കാൻ നാം ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ എളുപ്പമാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് ഖുർആൻ പഠനവുമായി മൂന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. തുടർന്നുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ അത് കൂടുതൽ പഠിക്കുവാൻ ശ്രമിക്കുക എന്നതാണ്. ഖുർആനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലൊക്കെ അതിന്റെ പഠനം വളരെ കൃത്യമായി പറയുന്നത്. ഖുർആനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള കൽപ്പനകൾ യഥേഷ്ടം നമുക്ക് കാണാൻ കഴിയും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ താഴ്ത്തു കൂട്ടിയിരിക്കുകയാണ് ഖുർആനിന്റെ ചോദ്യം. നമ്മൾ ആലോചിക്കും വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് വായിക്കുകയും അതിൽ പറഞ്ഞ ആ സന്ദേശം വളരെ കൃത്യമായി നാം ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കുക, അതിന്റെ ആശയം അറിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനമല്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീടുകളിലൊക്കെ തഫ്സീറുകളുടെ കോപ്പികളുണ്ട്. വളരെ മനോഹരമായി അത് നമ്മുടെ ഷോക്കേഴ്സിൽ അടുക്കി വെച്ചിട്ടുണ്ടാകും. മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ എപ്പോഴെങ്കിലും അതെടുത്ത് അതിലെ ഒരു ആയത്തിൽ ഒരു ദിവസം വായിക്കുന്ന ഒരു പ്രവണത, അതിന്റെ ഇന്റർപ്രിട്ടേഷനോട് കൂടി വായിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠകരമായ ഒരു കാര്യം. അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പുണ്യകരമാണ്. ഖുർആനിന്റെ ആയത്തുകൾ വായിക്കുകയും അതിനെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഖുർആനിൽ ഒട്ടേറെ ആയത്തുകൾ അത് അവസാനിക്കുന്നത് അഫലാ യതദബ്ബറൂൻ, അഫലാ യതഫക്കറൂൻ, അഫലാ തഅലമൂൻ, അഫലാ യുബ്സിറൂൻ, അഫലാ യസ്മഊൻ എന്നൊക്കെ തുടങ്ങിയ ആയത്തുകളാണ്. അവർ കേൾക്കുന്നില്ലേ? അവർ കാണുന്നില്ലേ? അവർ ചിന്തിക്കുന്നില്ലേ? അവർ പഠിക്കുന്നില്ലേ? അവർ ഉറ്റാലോചിക്കുന്നില്ലേ? എന്നൊക്കെ രീതിയിലുള്ള ഇവിടെയൊക്കെ തന്നെ പഠനത്തിലേക്കുള്ള വിരൽചൂണ്ടലുകളാണ്. നാം അത് അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും അത് കേൾക്കുവാനും പഠിക്കുവാനുള്ള ആഹ്വാനമാണ്. ആ ആഹ്വാനം നാം അല്ലാതെ മറ്റാരാണ് യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുന്നത്? ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ, വിജ്ഞാന ബുദ്ധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധയോടെ അവർ വായിക്കുന്നു, താല്പര്യത്തോടെ. പക്ഷേ അതിൽ ജനിച്ചു വളർന്നു അതിന്റെ അനുയായികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ പലപ്പോഴും അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പുലർത്തുകയോ ചെയ്യുന്നതിൽ പിന്നാക്കം പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനെ സമീപിക്കുന്ന ഓരോ വ്യക്തിയുടെയും അഭിരുചിക്കനുസരിച്ചുള്ള ജ്ഞാനം അവന് അതിൽ നിന്ന് ലഭിക്കും. ഒരു സോഷ്യോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ശാസ്ത്രപരമായ കാര്യങ്ങൾ, സാമൂഹ്യപരമായ ഇടപെടലുകൾ, അതുപോലെ തന്നെ കൊള്ളക്കൊടുക്കലുകൾ ഏത് രീതിയിലാണ് എന്ന് വളരെ കൃത്യമായി അവർ അതിലൂടെ ബോധ്യപ്പെടും. അവിടെ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അവിടെ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കും.
ഒരു ശാസ്ത്രീയായ ഒരു ധനതത്വശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവന് വളരെ കൃത്യമായി മനസ്സിലാക്കും. പിന്നെ ശാസ്ത്രാന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ട വിഭവങ്ങൾ അതിൽ ലഭ്യമാണ്. ഇങ്ങനെ ഓരോ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആവശ്യമായ അയാൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ആവശ്യമായ അറിവുകൾ അവന് ലഭിക്കും. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഭൂരിപക്ഷം മനുഷ്യരും വിവിധങ്ങളായ സ്ട്രെസ്സുകൾ, മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അത്തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് സമാധാനം നൽകും, ശാന്തി, സ്വസ്ഥത കൈവരുന്നു. അത് അതിന്റെ ആശയത്തോടു കൂടിയാവുമ്പോൾ കൂടുതൽ അവർക്ക് അത് ആനന്ദകരമായി തീരും. അതുകൊണ്ട് അങ്ങനെ അതിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള ഒരു വെമ്പൽ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകും. അവസരങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. യാത്രയിലും മറ്റും നമുക്ക് ആ സമയം ഉപയോഗിക്കാം. നമ്മൾ ഒരു കടയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നമ്മൾ കസ്റ്റമർ ഇല്ലാത്ത സന്ദർഭത്തിൽ മറ്റെന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമുക്ക് വായിക്കാൻ കഴിയും. എല്ലാ ദിവസവും വായന പതിവാക്കുന്ന ആളുകളുണ്ട്. പലതരത്തിലുള്ള മാഗസിനുകൾ, പത്രങ്ങളൊക്കെ വളരെ അരിച്ചുപെടുത്തി വായിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ വായനയോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അല്പം വായിക്കുവാനുള്ള സമയം അവർക്ക് കണ്ടെത്തുവാൻ സാധിക്കേണ്ടത്. ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് അതിലെ 4ാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ അവസാനമായിട്ടുള്ളത് ഖുർആൻ അനുധാവനം ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. നമ്മൾ ആലോചിച്ചു പഠിക്കുന്ന കാര്യം അത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത് ഒരു തരത്തിലുള്ള കൺസൂമറിസമാണ്. പഠിക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ, ആ കോഴ്സ് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ അവർക്ക് സമ്പാദിക്കുവാൻ ആവശ്യമായ ചില കാര്യങ്ങളാണ്. അതിൽ വരുന്ന അപ്ഡേറ്റുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കും, മാറ്റങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവർക്ക് ഭൗതികമായ പുരോഗതി ഉണ്ടാകും. എന്നാൽ വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ഒരു കൺസ്യൂമറിസത്തിന് അപ്പുറം പ്രൊഡക്റ്റീവായ രീതിയിൽ പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രൊഡക്റ്റീവായ രീതിയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ ആശയങ്ങൾ ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശമാക്കേണ്ടത്. ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിന്റെ ആശയങ്ങൾ നമ്മളിൽ ഉണ്ടാവുക, നമ്മളിൽ അത് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല പ്രാവർത്തികമാക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യാപനം നാം വായിക്കുന്ന സന്ദർഭത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്. കച്ചവടക്കാരനായ ഒരു വ്യക്തി അത് വായിക്കുന്ന സന്ദർഭത്തിൽ കച്ചവടമായി ആ രംഗത്ത് പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയുമ്പോൾ അത് പഠിക്കുകയും അതിനുശേഷം പിന്നെ അത് പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് യഥാർത്ഥ വിശ്വാസി ഭൂഷണമല്ല. ഇനി ഏത് മേഖലകളാണ് അവിടെ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, സ്വഹാബീവര്യന്മാരായ ആളുകൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് ജീവിതത്തിൽ പുലർത്തുവാനുള്ളത്, പ്രാവർത്തികമാക്കാനുള്ള ഒരു വ്യഗ്രത അവരിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ അവർ ഭൂമിയിലൂടെ വളരെ വിനയാന്വിതരായി നടന്നു പോകും. ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ചില സ്വഹാബികൾ ഇങ്ങനെ വളരെ വിനയത്തോടുകൂടി നടന്നു കാണിച്ച് മറ്റു സ്വഹാബികളോട് ചോദിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വിശ്വാസികളുടെ നടത്തം ഈ രീതിയിലായിരിക്കുമോ എന്ന്. നമ്മൾ ആലോചിച്ചപ്പോൾ അവർക്കതിനെ പ്രാവർത്തികമാക്കാനുള്ള ശ്രദ്ധ എത്രമാത്രമായിരുന്നു. മദ്യം അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും വലിയ അഭീഷ്ടം, അഭിനിവേശം അവർക്കതിനോടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് പല ശീലങ്ങളും ഉള്ളതുപോലെ. എന്നാൽ വിശുദ്ധ ഖുർആൻ മദ്യം നിരോധിച്ചുകൊണ്ട് അത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അവസാനമായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കതിൽ നിന്ന് വിരമിക്കാനായില്ലേ എന്ന ചോദ്യമാണ്. ആ ചോദ്യം അങ്ങാടിയിലൂടെ ഒരു വ്യക്തി ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് പോവുകയാണ്. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ അത് കേൾക്കുന്ന സന്ദർഭത്തിൽ അവർ ചുട്ടോടടുപ്പിച്ച ആ മദ്യ ചർച്ചകൾ വർജിക്കുവാൻ അവർക്ക് സാധിക്കുകയാണ്. ഇതൊന്ന് കുടിച്ചു തീർക്കട്ടെ എന്ന ചിന്തയല്ല. അവർ വലിയ വീപ്പകളിലായി ശേഖരിച്ച മദ്യങ്ങൾ ആ നഷ്ടത്തെ കുറിച്ച് ചിന്തിക്കാതെ അത് ഒഴുക്കിക്കളയുന്ന പ്രവണതയുണ്ടായി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് പ്രാവർത്തികമാക്കുവാനുള്ള ശ്രദ്ധയായിരുന്നു. അവർ എത്രമാത്രം ആ മദ്യത്തോട് അടിമപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ അത് ഒഴിവാക്കുവാൻ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം വളരെ ലളിതമായി അവരെ സാധിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഓരോ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എട്ടിലെ മതം മറ്റൊന്നും നാട്ടിലേത് മറ്റൊരു രീതിയിലാണ്. പല മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വിവാഹവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് എടുത്ത് നമ്മുടെ നാട്ടിലുള്ള ശീലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിന് വിപരീതമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രാവർത്തികമാക്കുന്നതിൽ നാം പരാജയപ്പെടും.
വിവാഹമോചനത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകൾ നടന്ന ഒരു കാര്യമാണ് മുത്തലാഖ്. മുത്തലാഖ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം തന്നെ വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിൽ ഇല്ലത്. അങ്ങനെ 3 വിവാഹമോചനം ഒന്നിച്ച് നടപ്പാക്കുന്ന ഒരു രീതി, അത് നാം മനസ്സിലാക്കുകയാണെങ്കിൽ വിവാഹമോചനം എന്നത് തന്നെ വളരെ അപൂർവമായി നടക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കും. വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് അത് പ്രാവർത്തികമാക്കുക വളരെ ശാസ്ത്രീയമായ മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിയമം തന്നെ. പലപ്പോഴും നമുക്കത് അറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇതുപോലെ മറ്റു മേഖലകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെയൊക്കെ തന്നെ നാം പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആ ആശയങ്ങൾ എത്രമാത്രം മികച്ചതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് പഠിക്കുകയാണ് ആദ്യം നാം ചെയ്യേണ്ടത്, എന്നിട്ടാണ് നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനെ ഈ രീതിയിൽ സമീപിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു മാസമായി ഇതിനെ നമുക്ക് ആചരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പഠിപ്പിക്കാൻ നമ്മൾ പ്രാപ്തമാകേണ്ടതുണ്ട്, അതിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കേണ്ടതുണ്ട്. പഠിക്കുന്ന വ്യക്തി ആ പഠിപ്പിക്കുന്നവനെ പോലെ തന്നെ ശ്രേഷ്ഠനാണ്. പഠിക്കുവാനുള്ള മനസാന്നിധ്യമാണ് ഉണ്ടാവേണ്ടത്. അവിടെ 2 കാര്യമാണ് പ്രധാനമായി നമുക്കുണ്ടാവേണ്ടത്. ഒന്ന്, നമ്മുടെ നിയ്യത്ത്, വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ള ആ ലക്ഷ്യം നമുക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ മനോദൃഢത, ഇത് ഞാൻ പഠിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ ഒരു ഉറച്ച നിയ്യത്ത്, ഉദ്ദേശം നമുക്കുണ്ടാവേണ്ടത്. കേവലം ഒരു യാന്ത്രികമായ രീതിയിലല്ല, മറിച്ച് അത് പഠിക്കും, ഞാൻ അറിയും, അതിന്റെ ആയത്തുകൾ കൂടുതൽ അന്വേഷണാത്മകമായ രീതിയിൽ അതിനെ ഞാൻ സമീപിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് വിശ്വാസികളായ ഏവർക്കും ഉണ്ടാവേണ്ടത്. ആ നിലക്ക് വിശുദ്ധ ഖുർആനെ സമീപിക്കുവാൻ നാം ഈ ദിനരാത്രങ്ങൾ ഉപയോഗിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, അതിന്റെ ആയത്തുകൾ പഠിക്കുന്നത്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും മനനവും നടത്തുന്നതിനൊക്കെ വേണ്ടി ഈ ദിനരാത്രങ്ങൾ നാം ഉപയോഗിക്കുക. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമത്തിൽ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഏവരും വ്രതം ആചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലെയും സ്വാധീനിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ മറ്റു പെരുമാറ്റങ്ങളിലൊക്കെ തന്നെ ആ നോമ്പിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. കേവലം അന്നപാനീയങ്ങൾ മാത്രം ഉപേക്ഷിച്ച് നാം ഇതുവരെ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ അതുപോലെ തുടരുകയാണെങ്കിൽ ആ നോമ്പ് നമ്മളിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭക്ഷണം നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്, ലഭ്യമാണ്. അതുപോലെ തന്നെ ദാഹിക്കുന്ന സന്ദർഭത്തിൽ വെള്ളം അവിടെ ലഭ്യമാണ്. എന്നിട്ടും നാം അതിനെ ത്യജിക്കുന്നത്, മാറ്റിവെക്കുന്നത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ ആ കൽപ്പന സ്വീകരിക്കുവാനുള്ള താല്പര്യവും. ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നാം പകൽ സമയത്ത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്നാൽ നാം അറിഞ്ഞോ അറിയാതെ ചില സന്ദർഭത്തിൽ നമ്മുടെ മേലുള്ള നമ്മുടെ ഈ ആധിപത്യം ഇല്ലാതായി. ചില സന്ദർഭത്തിൽ നോമ്പ് നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മെ നിയന്ത്രിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈലും, ആ മൊബൈൽ ഏതെങ്കിലും നിലയ്ക്ക് തെറ്റായ കാര്യങ്ങൾക്ക് നാം അറിയാതെ ഉപയോഗിക്കുന്ന ഒരു പരിതസ്ഥിതി ഒരിക്കലും ഉണ്ടാവേണ്ടത്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നമുക്കറിയാം, നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് ഡയറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കഴിക്കാവുന്ന അതിൻ്റെ അളവും മറ്റു കാര്യങ്ങളും വളരെ കൃത്യമായി ശീലിക്കുക എന്നുള്ളതാണ്. ഒരു ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒഴിവാക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അത് ഒഴിവാക്കൽ അയാളുടെ ഡയറ്റിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കഴിക്കേണ്ട ഭക്ഷണത്തിന് ചില അളവുകളും അത് പാലിക്കുക എന്നുള്ളത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. അതല്ലെങ്കിൽ സ്വാഭാവികമായും ആ രോഗം വർദ്ധിക്കുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ വളരെ കൃത്യമായി നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, ഒരു ഡിജിറ്റൽ ഡയറ്റ്, അത് വളരെ ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. നാം അറിഞ്ഞോ അറിയാതെയോ ചില സന്ദർഭങ്ങളിൽ ചില നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിങ്ങനെ എടുത്തിങ്ങനെ അറിയാതെ സ്ക്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും.
തെറ്റായ സന്ദേശങ്ങൾ, കണ്ടന്റുകൾ ഉള്ള മെസ്സേജുകൾ വരുന്ന സന്ദർഭത്തിൽ അത്തരം മെസ്സേജുകളെ ബ്ലോക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ അത്തരം സുഹൃത്തുക്കളെ അൺഫ്രണ്ട്ലി ആക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നോമ്പ് നമ്മളിൽ ആവശ്യമായ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത്. കേവലം ഈ കൂടുതൽ സമയം ഇതിന്റെ മുമ്പിൽ നമ്മുടെ ചിന്താഗതികൾ മറ്റു മേഖലകളിലേക്ക് മാറി നിൽക്കുമ്പോഴും ഇതിലേക്ക് നാം ആകർഷിക്കപ്പെടുകയും അതിന്റെ മുമ്പിൽ നാം വൃഥാ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നാം നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആൻ പാരായണത്തിനും പഠനത്തിനൊക്കെ നമ്മുടെ മൊബൈലുകൾ സഹായകമാണ്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മളെ നോമ്പിനെ മുറിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ അത് പരദൂഷണമാകാം, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നതോ ഒക്കെ ആയിരിക്കാം. പലപ്പോഴും ഗുണപരമായ കാര്യങ്ങളെക്കാൾ ദോഷകരമായ കാര്യങ്ങളാണ് കൂടെ ഉണ്ടാകുന്നത്. എന്നാൽ പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ അത്തരം ഡിജിറ്റൽ മേഖലകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അവിടെ വളരെ ശ്രദ്ധയുണ്ടാവുക, അതുപോലെ തന്നെ വളരെ കൃത്യമായ ആസൂത്രണം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതെ അത്തരം സ്ക്രോളുകളിൽ നമ്മുടെ വിരലുകൾ ചലിപ്പിക്കുന്ന ഒരു രീതി മാത്രമായി നമ്മുടെ നോമ്പിനെ ഒരിക്കലും മാറ്റിക്കൂടാ. വളരെ ആസൂത്രണത്തോടെ, വളരെ ശ്രദ്ധയോടുകൂടി അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അതുമൂലം നമ്മുടെ പാപങ്ങൾ വർദ്ധിക്കുന്ന ഒരു രംഗം ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ അത് ശീലിപ്പിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആ മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭത്തിലും തെറ്റായ കാര്യങ്ങളിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് സ്ക്രോൾ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് അടുത്തത് വരിക എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അത് നിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ഗുണപരമായ കാര്യത്തിൽ വളരെ ആവശ്യമായ ചില സന്ദർഭത്തിൽ അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലി മാർഗമായി കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കേണ്ടി വരും. അവിടെ അതിൽ പരിമിതപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വളരെയധികം ശ്രദ്ധ അത്തരം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ രാപ്പകലുകൾ വളരെ മാന്യമായ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച രീതിയിൽ ആക്കി തീർക്കുവാൻ നാം ശ്രമിക്കുക. പല പകലുകൾ നോമ്പനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തിനും മറ്റു ദിക്റുകളിലും കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രാത്രി കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട തറാവീഹ് നമസ്കാരം പോലെയുള്ള ഖിയാമുൽ ലൈൽ പോലെയുള്ള ആരാധനാക്രമങ്ങളിൽ നാം കൃത്യമായി പങ്കാളികളാകേണ്ടത്. നോമ്പിന്റെ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾ വളരെ ആവേശമായി പള്ളികളിൽ സാധാരണ ചെല്ലുന്ന ആളുകളുടെ സ്ഥലം ലഭിക്കാതെ വരുന്ന ചില ഘട്ടങ്ങളുണ്ടാകും. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യത്തെ 10 കഴിയുമ്പോഴേക്കും അത് പഴയ രീതിയിലേക്ക് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഏതൊരു കാര്യത്തിന്റെയും കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നത് മാത്രം നാം ചെയ്യുക. അത് എല്ലാ ദിവസവും നാം തുടരുക. 2 ദിവസം തറാവീഹ് പള്ളിയിൽ വളരെ ആവേശത്തോടെ പോയി പങ്കെടുക്കുകയും 3-ാമത്തെ ദിവസം അത് നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു സമീപനമല്ല. തുടർച്ചയായി അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു നിദാനം. ഏതെങ്കിലും ഒരു വ്യക്തി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില ദൃഢപ്രതിജ്ഞകൾ ഏതാനും ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി ആ പ്രതിജ്ഞയിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയുണ്ടാകാം. അതില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, അത് നിരന്തരമായി ചെയ്യുവാൻ നാം ശ്രമിക്കുക. അതിലൂടെയാണ് നമുക്ക് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഈ നോമ്പിന്റെ യഥാർത്ഥ ഗുണങ്ങൾ ആ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ആ നിലയ്ക്ക് എല്ലാവരും നല്ല നിലയിൽ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെയും അനുഗ്രഹിക്കുമാണ്. ഈ നോമ്പിന്റെ തൊട്ട് തലേ ദിവസം ബേപ്പൂർ മണ്ഡലം MSM പ്രവർത്തനം, അവിടുത്തെ മസ്ജിദിൽ ഭാരവാഹിയായ ഒരു കുട്ടി, വളരെ യങ്ങായ വളരെ ചടുലതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി വാഹനങ്ങളിൽ. ആ കുട്ടിക്ക് വേണ്ടി നാം ഏവരും പ്രാർത്ഥിക്കുക. അല്ലാഹു അവൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകാര്യമായി തീർക്കുമാറാകട്ടെ. അവനിൽ നിന്ന് പോലെ പാപങ്ങൾ കുറ്റങ്ങളോ അവനെയും നമ്മയും നാളെ ഭാരതത്തിലൂടെ മറ്റു ചില കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ ഇഫ്താർ സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും അതിനാവശ്യമായ വിഭവങ്ങൾ പല ആളുകളിൽ നിന്നായി സ്വീകരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. നോമ്പ് തുറക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കുന്നവൻ്റെ അതേ പുണ്യമുണ്ട്, നമുക്കതിൽ വകവെക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫോക്കസ് ഇന്ത്യ എന്ന ഒരു സംഘടന ഉത്തരേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അവിടുത്തെ ചില പ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കാണിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ മദ്രസകൾ അതുപോലെ തന്നെ ചില പ്രത്യേക ഏരിയ ദത്തെടുത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക,
ഒരു മഹൽ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കളക്ഷൻ ഈ പുറത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാവരും അതുമായി സഹകരിക്കണം. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മറ്റു ജോലിയൊക്കെ മാന്യമായി ഉള്ളത് കാരണം അവിടുത്തെ ആളുകളുടെ പ്രയാസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അവിടെ പോയി ഇതുമായി ബന്ധപ്പെട്ട് സന്ദർശിച്ച ആളുകൾക്ക് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം. പലപ്പോഴും പല ഏരിയകളിലും ഇന്നും വിദ്യാശക്തി അതിൻ്റെ ഫലം ലഭിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ വേണ്ടത്ര വിദ്യാലയങ്ങളില്ലാത്ത പ്രദേശങ്ങളുണ്ട്. കിലോമീറ്ററുകളോളം നടന്നുപോയി വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾ അവർക്ക് സൗകര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങളാണ് അവർക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്ര മനോഹരമായ കെട്ടിടത്തിലാണ് നമ്മുടെ പള്ളി. അവിടെ പോയി സന്ദർശിച്ച ആളുകൾ അവരുടെ പള്ളി അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെ ചിത്രം എടുക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. അത് നമ്മുടെയൊക്കെ കുട്ടിക്കാലഘട്ടത്തിൽ പണ്ട് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഓലപ്പരകളും മറ്റുമാണ്. അത് അവിടെ വെച്ചാണ് അവർ പഠനം നടത്തുന്നത്. അതാണ് ഇപ്പോഴും നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള ഒരു മനോഹരമായ കെട്ടിടമല്ല, അത്രയും ചെറിയ സംരംഭമാണ് നടത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ഈ പരിശുദ്ധ റമദാനിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുന്നതാണ്. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും കൊണ്ടുപോയ പാപങ്ങളും കുറ്റങ്ങളും അല്ലാഹു പുറത്തുമാറാണ്. വിവിധങ്ങളായ രോഗങ്ങൾ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹു والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا